തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU ബെഡുകൾ ഇല്ലാത്തതുമൂലമുള്ള ദുരിതങ്ങൾ തുടർക്കഥയാകുന്നു. പ്രവർത്തനയോഗ്യമല്ലാത്തതുമൂലം 7 മാസത്തിലധികമായി ഒരു ICU തന്നെ പൂട്ടിയിട്ട നിലയിലുമാണ്. ഇത് മെഡിക്കൽ കോളേജിലെ നിരവധി ICU യൂണിറ്റുകളുണ്ട്. മെഡിക്കൽ ICU, സർജിക്കൽ ICU, ഓർത്തോ, ന്യൂറോ, അങ്ങനെ കാർഡിയോളജി, പല വിഭാഗങ്ങളുണ്ട്. ഇത് മെഡിക്കൽ ICU നമ്പർ 4 ആണ്. അവിടെ 12 ബെഡുകളുണ്ട്, ICU ബെഡുകൾ. ഈ 12ലും തന്നെ വെന്റിലേറ്ററിന്റെ സൗകര്യം കൂടി ഉള്ള ബെഡുകളാണ്. അപ്പോൾ നമുക്ക് സാധാരണ നിലയ്ക്ക് ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജും കൊല്ലത്ത് നിന്നൊക്കെ ആയാലും ആൾക്കാർ വിളിച്ച് ഒരു ICU ബെഡ് ഒന്ന് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ അത്തരത്തിൽ ഒരു ICU ബെഡ്, വെന്റിലേറ്റർ ബെഡ് കിട്ടാൻ സ്വകാര്യ ആശുപത്രി 50,000 രൂപ വരെ ഒരു ദിവസം ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ ഒരു യൂണിറ്റ്, ICU യൂണിറ്റ് തന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ അത് കഴിഞ്ഞ 8 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. അതിന് കാരണം ഒരു AC അത് വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരു AC വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് പകരം അത് നന്നാക്കുകയോ പുതിയ സംവിധാനം വെക്കുകയോ വേണം. സർക്കാർ ആശുപത്രികളിൽ ഒരു ചെറിയൊരു തകരാറിന്റെ പേരിൽ പൂർണ്ണമായും ഒരു ICU പൂട്ടിയിടുക എന്ന് പറയുന്നത് പാവപ്പെട്ട രോഗികൾ, സമ്പന്നർക്ക് വേറെ ബുദ്ധിമുട്ടില്ല, സ്വകാര്യ ആശുപത്രിയിൽ പോകാം. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ICU സംവിധാനം, വെന്റിലേറ്റർ സംവിധാനവും ലഭിക്കുന്നില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്, അല്ലെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം ബന്ധപ്പെട്ട അധികാരികൾ ബോധപൂർവം തന്നെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ തരത്തിൽ മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ന്യായമായ ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യം അത് ബോധപൂർവം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് മുൻപ് ഒരു മാസത്തിന് മുമ്പ് ഒരു 35-40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാഷ്വാലിറ്റിയിൽ കാർഡിയോ സംബന്ധമായ അസുഖത്തിന് ഇവിടെ വന്നപ്പോൾ അവിടെ ICU ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അദ്ദേഹം ഇടപ്പഴിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ട് പോലും മരണപ്പെട്ടു പോയി. അതായത് ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ പിതാവാണ്. അപ്പൊ അത് ചെറുപ്പക്കാർക്ക് പോലും ഇത്തരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര, കുളത്തൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഒരാള് ഇതേപോലെ ചികിത്സ ഇവിടെ കിട്ടാതെ, ആവശ്യത്തിനുള്ള വെന്റിലേറ്ററും ICU ഒന്നും കിട്ടാതെ അവരും മരണപ്പെട്ട സംഭവങ്ങളുണ്ട്. അപ്പോൾ നിരവധി പേരാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ 2 സംഭവങ്ങളാണ് ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ നടന്നത്. അപ്പോൾ നിരവധി പേര് ICU കിട്ടാതെ സ്വകാര്യ ആശുപത്രി പോവുകയോ അല്ലെങ്കിൽ മരണത്തിന് കീഴ്പ്പെടുകയോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇത് ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയൊക്കെ ഈ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആശുപത്രിയിലെ കുഴവുകൾ, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ആശുപത്രിയിൽ ഒരു സൂപ്രണ്ടും ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടും മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ ഒഴിവ് കഴിഞ്ഞ എത്രയോ മാസക്കാലമായി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ട്, അതിന് ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ചുമതലയുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ട്, അതിനൊരു ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ചുമതലയുണ്ട്. അതുപോലെ തന്നെ കാഷ്വാലിറ്റി നോക്കുന്നതിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ട്. പക്ഷെ ഈ തസ്തികകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു സൂപ്രണ്ടും ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടും മാത്രമേ നിലവിലുള്ളൂ. 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ ഒഴിവ് മാസങ്ങളായി കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ RMOയുടെ പോസ്റ്റ് കഴിഞ്ഞ എത്രയോ മാസക്കാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ആശുപത്രിയിലെ വിവിധമായ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആശുപത്രിയെ ദൈനംദിന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, RMO. ഈ 3 പദവികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 2 ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെയും ഒരു RMOയുടെയും പോസ്റ്റ് എത്രയോ മാസങ്ങളായി ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ ആ പോസ്റ്റിൽ ആളുണ്ടെങ്കിലല്ലേ ഇത്തരം സംഭവങ്ങൾ വന്നാൽ അന്വേഷിക്കാനും അടിയന്തരമായി നടപടി സ്വീകരിക്കാനും പറ്റൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ ഓരോ ചുമതലയുള്ള പോസ്റ്റുകളിൽ ആൾക്കാരെ നിയമിക്കുകയും ആ നിയമിക്കുന്ന ആൾക്കാർ RMO ആയാലും ഡെപ്യൂട്ടി സൂപ്രണ്ട് അവർക്കെല്ലാം ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ പോസ്റ്റുകൾ നികത്തി ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തലസ്ഥാനത്ത് നിന്നുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തെ നിരവധി ആളുകൾക്ക് ആശ്വാസവും ആശ്രയവുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആരോഗ്യരംഗത്ത് കേരളം നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥ സാധാരണക്കാരെ അടക്കം ദുരിതത്തിലാക്കുകയാണ്.
M5 ന്യൂസ് തിരുവനന്തപുരം.